ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഫോർട്ട് കൊച്ചിയിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അങ്ങോട്ടുള്ള യാത്രയാണ്. ഞങ്ങൾ അങ്ങനെ കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തെ സൺസെറ്റ് ഒക്കെ കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. കുമ്പളങ്ങിയിലെ കാഴ്ചകൾ പുറകെയുള്ള വീഡിയോയിൽ വരുന്നതാണ്. കൊച്ചിയിലെ ടൂറിസ്റ്റുകളെ ഏറ്റവും മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മെയിൻ വരുന്നത് ഫോർട്ട് കൊച്ചിയിലെ കാർണിവല് തന്നെയാണ്. സാധാരണയായി കാർണിവലിൽ നടക്കുന്ന ഗ്രൗണ്ടാണിത്. ഈ കാണുന്ന മരമാണ് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ലൈറ്റിൽ ഇടുന്ന ട്രീ. ഇപ്പൊ അതിന്റെ പണികളൊക്കെ നടക്കും. ഫോർട്ട് കൊച്ചിയിലെ മെയിൻ സ്പോട്ടായ ആ ബീച്ചിന്റെ സൈഡിലുള്ള റിസോർട്ടുകളും കോഫി ഷോപ്സ് എല്ലാം നല്ല രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ആ കാഴ്ചകൾ കാണാനാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഈ വീഡിയോ എടുക്കുന്ന ഒരു സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. പോർച്ചുഗീസുകാരുടെ മെയിൻ ലാൻഡ് ആണല്ലോ ഫോർട്ട് കൊച്ചി. അവര് നിർമ്മിച്ച അടിപൊളി വിന്റേജ് ലുക്കുള്ള വീടുകൾ നമുക്ക് ഫോട്ടോജനിക്കാണ്. ക്രിസ്മസിന് ലൈറ്റ് എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് വേറെ ലെവൽ. അങ്ങനെ അതിൽ വെറുതെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബോണസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്പോട്ട് ഞങ്ങളുടെ നോട്ടത്തിൽപ്പെട്ടത്. ഗൂഗിൾ മാപ്പിൽ CSI ചർച്ച് ബംഗ്ലാവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ വരുന്നുണ്ട് ബെസ്റ്റായിട്ടും മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലമാണിത്. കാരണം നല്ല രീതിയിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ലൈറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ LED കൊണ്ട് നിർമ്മിച്ച ഒരു വമ്പൻ സ്റ്റാറും അതിന്റെ തൊട്ടടുത്തായി ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ഫോട്ടോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ആംബിയൻസിൽ കൂടെ നടക്കാനും കുറെ നേരം വർത്താനം പറഞ്ഞിരിക്കാനൊക്കെയുള്ള സ്പോട്ടുകളുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ആവറേജ് തിരക്കുണ്ട്. ഇപ്പോൾ ഇനി ദിവസങ്ങൾ അങ്ങോട്ട് പോകുന്തോറും തിരക്ക് കൂടാനാണ് ചാൻസ് കൂടുതൽ. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ക്രിസ്മസിന്റെ ഒരു വൈബ് കിട്ടുന്നത്. തിരക്കുണ്ടെന്നുള്ളൊരു നെഗറ്റീവ് മാത്രമേ ഞാൻ ഇവിടെ കൂടുതലും പിള്ളേരും ഫാമിലിയാണ് എൻജോയ് ചെയ്യുന്നത് കണ്ടത്. ഇതിനുള്ളിൽ കയറുന്നതിന് എക്സ്ട്രാ പൈസയോ ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനുള്ളിൽ വന്ന് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനുള്ള സ്പോട്ടുകളും ഉണ്ട്. ഞങ്ങൾ അതിനുള്ളിൽ കൂടെ അത്യാവശ്യം ഒന്ന് ഓടി നടന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത്തവണത്തെ കാർണിവൽ ഫോർട്ട് കൊച്ചിയിലല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്ന സ്റ്റാർ അങ്ങ് ദൂരെ നോക്കിയാലും എല്ലാവരുടെയും നോട്ടം കിട്ടുന്ന രീതിയിലാണ് ഉള്ളത്. പിള്ളേരെല്ലാം ഈ ഗാർഡൻ്റെ അകത്തോടെ ഓടിക്കളിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. ഫോർട്ട് കൊച്ചിയിൽ ചുമ്മാ കറങ്ങാൻ വന്നിട്ട് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ബോണസ് തന്നെയാണ് എനിക്ക് ഈ വ്യൂ. ക്രിസ്മസിന് കൊച്ചിയിൽ കറങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു കാഴ്ചയാണ്. രണ്ട് സൈഡിലും ഫുള്ള് നക്ഷത്രങ്ങൾ തൂക്കി ബൾബ് ഇട്ടിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ വരണമെങ്കിൽ ഫെറി സർവീസോ അല്ലെങ്കിൽ വാട്ടർ മെട്രോയോ ഉപയോഗിക്കാം. വാട്ടർ മെട്രോയ്ക്ക് വരുന്നതെങ്കിൽ ഹൈക്കോർട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്ക് കിട്ടും. അതേസമയം നിങ്ങൾ 2 വീലറിനോ കാറിനോ ഒക്കെ വരുന്നതെങ്കിൽ ഫെറി സർവീസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. വൈപ്പിനിൽ വന്നു കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ ഫെറി സർവീസ് ഉണ്ടാകും. ഇല്ലെങ്കിൽ ഹാർബർ ബ്രിഡ്ജ് കയറി കറങ്ങി വരേണ്ടതായിട്ട് വരും. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ബിഗ് ബി സിനിമയിലെ മമ്മൂട്ടിയുടെ വീട്. ഗൂഗിൾ മാപ്പിൽ ബിഗ് ബി ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെത്താം. ഫോർട്ട് കൊച്ചിന്റെ ബാക്കിയുള്ള കാഴ്ചകളാണ് ഞങ്ങളുടെ അടുത്ത ഫോക്കസ്. ഇവിടെയുള്ള ഒരു കോഫി ഷോപ്പും എല്ലാം ക്രിസ്മസിനോടനുബന്ധിച്ച് നല്ല രീതിയിൽ ലൈറ്റിംഗ് ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. ഈ ടൈമിലൊക്കെ കോഫി ഷോപ്പ് ഫുള്ളാണ്. ഫോർട്ട് കൊച്ചിയിൽ വാട്ടർ മെട്രോയ്ക്ക് വന്നിറങ്ങിയ ഇവിടെയാണ് നമ്മൾ എത്തുക. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റോറോ സർവീസും വരുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് റോഡ് മാർഗം തന്നെയാണ്. തിരിച്ച് റോറോയിൽ പോകാനാണ് പ്ലാൻ. റോറോയിൽ കയറണമെങ്കിൽ 4 വീലർ ആണെങ്കിൽ 50 രൂപയും 2 വീലറിന് 20 രൂപയും കാറുകളുടെ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രീമിയം റൂംസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. തിരിച്ചുള്ള യാത്ര റോറോയിലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ നിന്നിട്ടാണ് റോറോയിൽ കയറിയത്. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. കുറച്ചൊക്കെ വൃത്തിയാക്കിയിടുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ കാത്തു നിന്നിട്ട് നമുക്ക് പോകാനുള്ള സാധനം എത്തി. ഈ റോറോ സർവീസ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. രാത്രിയിലേക്കാൾ കൂടുതൽ പകലായിരിക്കും ആ കാഴ്ചകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. ഞങ്ങളുടെ റോറോ എടുത്തപ്പോൾ തന്നെ തൊട്ട് മുന്നിൽ കൂടെ MCSന്റെ ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പും പോകുന്ന കണ്ടു. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നവർക്ക് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുറേ പേര് വീഡിയോ ഒക്കെ എടുക്കുന്നത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകൾ പുറകെ വരുന്നതാണ്.